രാഷ്ട്രീയ വേട്ടയാടലിനുള്ള കേന്ദ്ര സർക്കാർ ഉപകരണമായി ഇഡി മാറിയെന്നുള്ള കുറ്റപ്പെടുത്തലാണ് എ റഹീം എംപിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ബിജെപിയുടെ രാഷ്ട്രീയ കളിപ്പാവയായ ഇഡിയെ പാർട്ടികളെയും നേതാക്കളെയും മറുകണ്ഠം ചാടിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്നു. മോദി സർക്കാരിന്റെ കാലത്തെടുത്ത 193 കേസുകളും ബിജെപി ഇതര പാർട്ടി നേതാക്കൾക്കെതിരെയാണ്. മോദിക്ക് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയാത്തതിന്റെ ഉദാഹരണമാണ് ഇഡി വേട്ടയാടലെന്നും എ റഹീം എംപി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇഡി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്തതിൽ തെളിയിക്കാനായത് 2 കേസുകൾ മാത്രമാണ്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ കണക്കുകൾ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ എ റഹീം എംപി കൂടി മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. കേന്ദ്ര സർക്കാർ അങ്ങേക്കാണ് മറുപടി നൽകിയത്. കാരണം 2 കേസുകൾ മാത്രമാണ് ഇഡിക്ക് ഇതുവരെ തെളിയിക്കാനത്. അപ്പോൾ ഇതെന്താണ് വ്യക്തമാക്കുന്നത്? രാഷ്ട്രീയ വേട്ടയാടലിനുള്ള ഒരു ഉപകരണം മാത്രമാണ് ബിജെപിയുടെ രാഷ്ട്രീയ കളിപ്പാവയായി ഇഡി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തുക, അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റുക, ചില പാർട്ടികളെ തന്നെ കൂറുമാറ്റുക, പാർട്ടികളിലുള്ള എം പിമാരെയും എം എൽ എമാരെയും മന്ത്രിമാരെയും ഉൾപ്പെടെ മറുകണ്ഠം ചാടിക്കുക, ബി ജെ പിക്ക് ഒപ്പമാക്കുക, അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കൊപ്പമാക്കുക. ഇതാണ് അവരുടെ തന്ത്രം. ഇനി ബി ജെ പിക്ക് ഒപ്പം ഇപ്പം നിൽക്കുന്നവരുണ്ടല്ലോ, എൻ ഡി എയിൽ നിൽക്കുന്നവർ, മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ, നേതാക്കൾ, ബി ജെ പിയിൽ തന്നെയുള്ളവർ, അവരും അപ്പുറത്ത് പോയാൽ ഇ ഡിയെ ഞങ്ങൾ പറഞ്ഞയക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 193 കേസുകളാണ് 2015 ഏപ്രിൽ മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള കണക്കായി ഇന്നലെ എനിക്ക് രേഖാമൂലം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി നൽകിയത്. ഈ 193 കേസുകളിൽ 2 കേസുകൾ മാത്രമാണ് താങ്കൾ പറഞ്ഞതുപോലെ തെളിയിക്കാനായത്. 193-ൽ 151 കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2ാം മോദി സർക്കാരിൻ്റെ കാലത്താണ്. ഇ ഡി പോയി വേട്ടയാടി തിരിച്ചു കൊണ്ടുവരിക, അക്ഷരാർത്ഥത്തിലൊരു വേട്ടനായയെ പോലെ ഇടി വിടുകയല്ലേ, കയറൂരി വിടുകയാണ്, ചങ്ങലയടിച്ചു വിടുകയാണ്. ഇടി വേട്ടയാടുന്നവർ നേരെ തന്നെ പിന്നീട് ബി ജെ പി മന്ത്രിസഭയിലെ മന്ത്രിയായും ബി ജെ പിയുടെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായും ബി ജെ പിയുടെ ഉന്നത നേതാക്കളായും ബി ജെ പിയുടെ സഖ്യകക്ഷികളായും എല്ലാം തന്നെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 193 കേസിലെ ഏതെങ്കിലും ഒരു കേസ് ബി ജെ പിയിൽപ്പെട്ടവർക്കോ ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽപ്പെട്ടവർക്കോ എതിരെ എടുത്തിട്ടില്ലല്ലോ. കേരളത്തിലടക്കം ഇ ഡി ഇപ്പോൾ വന്നിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ എം പിയെ ചോദ്യം ചെയ്യാൻ അടക്കം വിളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ഇനി CPM ഈ പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി ഉയർത്തും? അങ്ങനെ പുതിയ നടപടികൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്? ഇത്രയും കേസുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കതിൽ CPIM-നെ വേട്ടയാടുന്നത് കാണാൻ കഴിയും. മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പലരെയും വേട്ടയാടുന്നത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെതിരെ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ ജനങ്ങളെ ആകെ അണിനിരത്തുക എന്നുള്ളതാണ്. ഇതിനെതിരെ രാഷ്ട്രീയമായ സമരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പാർലമെന്റിനുള്ളിലും പാർലമെന്റിന്റെ പുറത്തും ബി ജെ പിയെ തുറന്നു കാണിക്കുക. ഇത് നീതിരാഹിത്യമാണ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഒരു കാര്യം ഉറപ്പാണ്, ഏത് ഇഡിയെ പറഞ്ഞു വിട്ടാലും ജനങ്ങൾ ആണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കരുത്ത്. അപ്പം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം ജനങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്താനും ഇ ഡിയെ ഉപയോഗിക്കുന്ന ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നീക്കങ്ങളെ തുറന്നു കാണിക്കാനുള്ള ഒരു നല്ല ആയുധമായി പാർലമെൻറ്റിൽ ഇന്നലെ എൻ്റെ ചോദ്യത്തിന് ലഭിച്ച ഉത്തരത്തെ, ഈ ഡേറ്റയെ നമുക്ക് ഭാവിയിലും ഉപയോഗിക്കാൻ കഴിയും. എല്ലാ ജനാധിപത്യ ശക്തികൾക്കും പൗരസമൂഹത്തിനുമെല്ലാം ഉപയോഗിക്കാൻ കഴിയും ബി ജെ പിയുടെ ഉത്തരം മുട്ടിക്കുന്ന ഈ ഡേറ്റ എന്നുള്ളതാണ് ഈ ഉത്തരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. എന്തായാലും ഈ കണക്കുകൾ മുൻനിർത്തി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് CPM അടക്കം ലക്ഷ്യം വെക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഹരി മുണ്ടൂരിനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.